രാവിലെ ഉറങ്ങി എണീച്ചപ്പോക്കിന് ഇതാ പന്തൽ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബർത്ത്ഡേ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കിയില്ല, വേഗം കുളിച്ച് മാറ്റിങ്ങാണ്ട് സാധനങ്ങൾ എടുത്ത് നേരെ അനുമേമാന്റെ വീട്ടിൽ പോയി. കല്യാണ തലേന്ന് അനുമേമാനെ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള വർക്ക് നമ്മൾ പെങ്ങന്മാർക്കായിരുന്നു. ഉള്ള കുറച്ച് ടൈമിൽ മേക്കപ്പും ഡ്രസ്സും ഹെയറും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അനുമേമ ലൈറ്റ് കളർ ഡ്രസ്സ്, ബാക്കി എല്ലാവരും ബ്ലാക്ക് ആണ് കേട്ടോ ഔട്ട്ഫിറ്റ്. അനുമേമാനെ ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ഡ്രസ്സ് മാറ്റാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്റെ ഡ്രസ്സ് മാറ്റലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി. നേരെ സ്റ്റേജിന്റെ അടുക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കുറവായിട്ടോ. അനുമേമ നല്ല ഫോട്ടോഷൂട്ടിലാണ്, നമ്മളെ ടീമൊന്നും എത്തിയിട്ടില്ല, അതിന്റെ കുറച്ച് മടി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ടീമൊക്കെ എത്തി. അപ്പോഴാട്ടോ നമ്മളൊന്ന് ഫോം ആയത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. അപ്പൊ ഇന്നായിരുന്നു കേട്ടോ എന്റെ ഡയറ്റ് പൊട്ടിക്കുന്ന ദിവസം. കുറേ ദിവസത്തിന് ശേഷം നമ്മൾ ചിക്കൻ ബിരിയാണി ഒക്കെ കഴിക്കുകയാണ്. കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ റൈസ് ഐറ്റംസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നമ്മുടെ ചെക്കൻ വന്നിട്ടുണ്ട്. ചെക്കനും കൂടെ ചെക്കൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ. ഇവൻക്ക് ഇത്ര മടി ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞത് തന്നെ അതേ സ്റ്റേജിൽ കയറുമ്പോഴുള്ള കാട്ടിക്കൂട്ടൽ കണ്ടിട്ടാണ് കേട്ടോ. സ്റ്റേജിൽ നിന്നുകാണ്ട് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും ഒരു മടിയായിരുന്നു. ഇങ്ങനെ പോയ കല്യാണത്തിന് നാളെ അവൻ എങ്ങനെ ഫോട്ടോത്തിന് പോസ് ചെയ്യാന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങള്. അതുകൊണ്ട് സ്റ്റേജിന്റെ അപ്പുറത്ത് തന്നെ എല്ലാവരും ചെയറും സ്റ്റൂളൊക്കെ ഇട്ടുങ്ങാണ്ട് ഞങ്ങൾ അവരെ കുറ്റം പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ഇനി 2-3 ട്രിപ്പ് അടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ പോയത്. ലാസ്റ്റ് ട്രിപ്പിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല വൈബായിട്ടാട്ടോ രാത്രി നടന്നു പോയിട്ടുണ്ടായിരുന്നത്. വണ്ടി വരുന്ന വരെ ഞങ്ങൾ കുറച്ചങ്ങോട്ട് നടക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൈബായിട്ട് റീൽസ് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത്. ഇതുപോലത്തെ കസിൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഇനി അടുത്ത വിശേഷം കല്യാണ വിശേഷമാണ്. അത് അടുത്ത വീഡിയോ ആയിട്ട് പറയാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.